بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നമസ്കരിച്ച നമസ്കാരത്തെ സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് ഖബറിൻ്റെ ലോകത്ത് വസിക്കുന്നവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ കേൾക്കുന്നത് സൂറത്തുൽ കാഫിറൂൻ, സത്യനിഷേധികൾ എന്നാണ് ഈ സൂറത്തിൻ്റെ പേര്. സൂറത്തിൻ്റെ അവതരണം മക്കയിലാണ്. 6 ആയത്തുകളാണ് ആകെ ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ കുഫാർ ഖുറൈശികൾ അഥവാ ഖുറൈശികളിലെ സത്യനിഷേധികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചർച്ചയ്ക്കായി വരികയുണ്ടായി. നമുക്കറിയാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിപ്പിടിച്ച ആദർശം അല്ലാഹു ഏകനാണ്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ്. പക്ഷേ അക്കാലഘട്ടത്തിൽ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആദർശം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. അവരുടെ വിവിധ വിഷയങ്ങളിൽ വിവിധ ദൈവങ്ങളെ അവർ പ്രതിഷ്ഠിക്കുകയും അവരങ്ങനെ മുശ്രിക്കുകളാവുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് ആ കാലഘട്ടത്തിൽ തൗഹീദും കുഫറും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടേയിരുന്നത്. അങ്ങനെ അവസാനം മക്കീ ജീവിതം നമുക്കറിയാം, വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ത്യാഗങ്ങളും പീഡനങ്ങളും അവഹേളനങ്ങളും. അവസാനം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് 2 കൂട്ടർക്കും കൂടി ഒരു തീരുമാനത്തിലെത്താം, ഒരു കോംപ്രമൈസിലെത്താം. അതായത് 1 വർഷം നിങ്ങളും നിങ്ങളുടെ അനുയായികളും ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കുക. അടുത്ത 1 വർഷം ഞങ്ങളും ഞങ്ങളുടെ അനുയായികളും നീ പറയുന്ന അല്ലാഹുവിനെ, ദൈവത്തെ, ഏകനായ ദൈവത്തെ ആരാധിക്കാം. അങ്ങനെ നമുക്ക് 2 കൂട്ടർക്കും ഗുണകരമാകുന്ന ഈ കാര്യം, വഴക്കോ വക്കാണമോ പ്രശ്നങ്ങളോ ഒന്നും വേണ്ട, നമ്മുടെ ഇടയിൽ വൈരാഗ്യവും വേണ്ട, ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം എന്നൊരാശയം അവർ മുമ്പോട്ട് വയ്ക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കെ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്ത് ഇറക്കുന്നത്, ഈ സൂറത്ത് ഇറക്കുന്നത്. തൻ്റെ ഇടത്തോടുകൂടി സത്യനിഷേധികളുടെ മുഖത്ത് നോക്കി അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉറച്ച സ്വരത്തിൽ പറയാനാണ് അള്ളാഹുവിൻ്റെ
ഉച്ചേസ്തരം പ്രഖ്യാപിക്കൂ. അവരുടെ മുഖത്ത് നോക്കി അങ്ങ് തുറന്നു പറയൂ. അങ്ങയുടെ നിലപാടിന് എന്താണ് എന്ന് ആവർത്തിച്ചു പറയൂ. യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുന്നില്ല. എന്നാൽ ഇതാ കേട്ടുകൊള്ളിൻ, വലാ അന ആബിദും മാ അബദ്തും, നിങ്ങൾ ആരാധിക്കുന്നതിന് ഒരിക്കലും ഞാൻ ആരാധിക്കുകയില്ല. അതേപോലെ തന്നെ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിക്കുന്ന ഏകനായ അല്ലാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നില്ല, നിങ്ങളും ആരാധിക്കുകയില്ല. അതുകൊണ്ട് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശവും നിങ്ങളുടെ ആരാധനാക്രമങ്ങളും നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടെ മതവുമായി നിങ്ങളുടെ ദീനുമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക. വലിയ ദീൻ, എനിക്ക് എൻ്റെ ദീനുമായി ഞാൻ വിശ്വസിക്കുന്ന ആദർശവുമായി ഞാൻ മുന്നോട്ട് പോയിക്കൊള്ളാം. ഇതാണ് തീരുമാനം, ഉറച്ച തീരുമാനം. ഒരു അഡ്ജസ്റ്റ്മെന്റ് വിശ്വാസ കാര്യങ്ങളിലില്ല, ആരാധന കാര്യങ്ങളിലില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിന്റെ ആദർശവും നിലപാടും ഉറച്ചതാണ്. ആദർശം എന്താണ്? ആദർശം തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കുകയും അള്ളാഹുവിൽ സർവസ്വവും സമർപ്പിക്കുകയും അള്ളാഹുവിന്റെ മുന്നിൽ നമിക്കുകയും അവന്റെ അടിമത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് മരിക്കുന്ന സമയം വരെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ആദർശവും നിലപാടും. അതിൻ്റെ ഉള്ളിൽ പ്രതിസന്ധികളുണ്ടാകാം, അതിൻ്റെ മുന്നിൽ പ്രതിബന്ധങ്ങളുണ്ടാകാം, പ്രകോപനങ്ങളുണ്ടാകാം, പ്രലോഭനങ്ങളുണ്ടാകാം, പലതുമുണ്ടാകാം. പക്ഷേ അവിടെയൊന്നും കാലിടറാതെ, മനസ്സ് പതറാതെ ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണല്ലോ ഹിജ്റ നടന്നത്. ഈ ആദർശത്തിൽ പോറലേൽക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ അവർ രണാങ്കണത്തിൽ പോരാടിയത്. ഈ ആദർശത്തിൽ എവിടെയെങ്കിലും ഒരു ന്യൂനത സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ അവര് സ്വന്തം നാടും വീടും കൂടും എല്ലാം വിട്ടിട്ട് കൈയൊഴിഞ്ഞിട്ട് വെറും കൈയോടെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മറ്റൊരു രാജ്യത്തിലേക്ക് അവർ പലായനം ചെയ്തു പോയത്. പ്രിയമുള്ളവരെ, ഇതാണ് എക്കാലത്തെയും ഇസ്ലാമിന്റെ ആദർശ അടിത്തറ എന്ന് പറയപ്പെടുന്നത്. അള്ളാഹു മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് സൂറത്തുൽ ബറാഅ എന്നും പേരുണ്ട്. ബറാഅ എന്ന് പറഞ്ഞാൽ എന്താണ്? ബറാഅത്തും മിനൽ അമലില്ലദീ യഅമലുൽ മുശ്രികൂൻ, മുശ്രിക്കീങ്ങളായ ആളുകൾ പ്രവർത്തിക്കുന്ന അവരുടെ ആചാരവും അനുഷ്ഠാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവര് പ്രവർത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നു എന്നുള്ള സത്യപ്രസ്താവന. ബഹുമാനമുള്ളവരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രഖ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അഥവാ ലാ മഅബൂദ ഇല്ലല്ലാഹ് വലാ തരീക ഇലൈഹി ഇല്ലാ മാ ജാഅ ബിഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. ആ വഴിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരേ ഒരു മാർഗം അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വേറെ ആരുടെയും മാർഗമല്ല. എന്നാൽ മുശ്രിക്കുകളോ യഅ്ബുദൂന ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്തതിനെ അവർ ആരാധിക്കുന്നു. ഈ വഴി അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു കൊടുത്ത വഴിയല്ല. ഈ സൂറത്തിന്റെ മഹത്വം സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവാഫിന്റെ 2 റക്അത്ത് നമസ്കാരം ഹനഫി മദ്ഹബ് അനുസരിച്ച് വാജിബാണ്. അഥവാ തവാഫ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ, 7 ചുറ്റൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നമസ്കാരം, ആ നമസ്കാരം വാജിബാണ്, നിർബന്ധമായ നമസ്കാരമാണ്. ആ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ,
രണ്ടാമത്തതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് നിരന്തരം പാരായണം ചെയ്യുമായിരുന്നു. സഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും മറ്റൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹിയുടെ 2 റക്അത്തുകളിൽ ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്യുമായിരുന്നു. സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുകളെ ആവർത്തിച്ച് പാരായണം ചെയ്യുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അഖൽത മർജഅക മിനൽ ലൈൽ, പ്രിയപ്പെട്ട സഹോദര, നീ നിന്റെ ഉറക്കത്തിലേക്ക്, നിന്റെ വിരിപ്പിലേക്ക്, നിന്റെ കിടപ്പറയിലേക്ക് നീ ചെന്ന് കഴിയുമ്പോൾ, രാത്രിയിൽ നീ ചെന്ന് കഴിയുമ്പോൾ നീ മുറുകെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നീ പാരായണം ചെയ്തോ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് നീ പാരായണം ചെയ്യും. കാരണം ഫഇന്നഹാ ബറാഅത്തു മിനശ്ശിർക്ക്, അത് ശിർക്കിൽ നിന്ന് ഒഴിവാക്കി തരുന്ന സൂറത്താണ്. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ശിർക്കിന്റെ അംശത്തെ കഴുകി ശുദ്ധീകരിക്കുന്ന സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ആ സൂറത്ത് നീ പാരായണം ചെയ്യും. എപ്പോ? ഉറങ്ങാൻ കിടക്കുമ്പോൾ, വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ, രാത്രി ഉറങ്ങാൻ കിടക്കും. ഇൻഷാ അല്ലാഹ് പതിവാക്കി അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതോടെ ഈ സൂറത്ത് പഠിക്കും, ഇതിന്റെ ആശയവും പഠിക്കും, അർത്ഥവും പഠിക്കും, നിരന്തരം പാരായണം ചെയ്യും. വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ അർത്ഥമറിഞ്ഞ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനുള്ള ആ അചഞ്ചലമായ വിശ്വാസം ഉറയ്ക്കാനും നമ്മുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വഴിയെ നമുക്ക് തൗഫീഖ് നൽകും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.